കാലം ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. I thank the Lord for this day and I welcome everyone who is gathered into the service in the name of our Lord Jesus Christ who is coming soon. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങൾക്കായി നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. I thank the Lord for His faithfulness in bringing us together safely after a gap of 1 week to praise and worship Him here today. ഇന്ന് പലകാലം പുതുതായിട്ട് പലരും നമ്മുടെ മധ്യയുണ്ട്. അവർക്കൊക്കെ സമയം കൊടുക്കണം. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വന്ന് അല്പനേരം നമുക്ക് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം. Today there are many guests among us, so I have to give them time as well. So without further ado, let us move to the devotion of the scriptures. ഇന്ന് പലകാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് 24-ാം സങ്കീർത്തനമാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കാണുവാനിടയായി തീർന്നു. Today we have read from Psalm 24, which as we can see from the subtitle is a Psalm of David. 10 വാക്യം മാത്രമേ ഉള്ളെങ്കിലും മഹത്വത്തിന്റെ രാജാവ് വരുന്നതിനെ പറ്റി ദാവീദ് രാജാവ് താൻ രാജാവാണെങ്കിലും തന്നെക്കാളും ബലവാനും വീരനായ യുദ്ധവീരനായ യഹോവയെ പറ്റി വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 24-ാമത്തെ സങ്കീർത്തനം. It is a short and concise psalm of just 10 verses, but it talks about how the King of Glory is arriving. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 1 please. The earth is the Lord and all its fullness, the world and those who dwell therein. വായിക്കുവാനിടയായി തീർന്നത് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലമന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു, ദൈവത്തിനുള്ളതാണ് സകലതും എന്ന് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയുവാനിടയായി തീരും. To summarize the first verse, we can see that the entirety of the world belongs to the Lord. Praise the Lord. എല്ലാ ദിവസവും നമുക്ക് ജോലി ചെയ്യുവാൻ പറ്റും. എന്നാൽ ഞായറാഴ്ച ഒരു സമയം നമ്മൾ മാറ്റിവെച്ച് ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വലിയ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. Let's praise the Lord as we are permitted to work on the 6 other days, but on one day we must come and worship the Lord. Praise the Lord. ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യരെ മാത്രം നിർമ്മിച്ചിട്ട് ദൈവം ആഗ്രഹിച്ചത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോടൊപ്പം സംസാരിക്കുവാനും ദൈവത്തോടൊപ്പം നടക്കുവാനുമാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ച് ആക്കുവാനിടയായി തീർന്നത്. The Lord created many creatures to live in this world, but at the same time He created human beings so that we would praise and worship Him and follow Him. എന്നാൽ പലപ്പോഴും മനുഷ്യൻ അറിയാമോ, ദൈവിക ആരാധന വിട്ട് ദൈവത്തിന്റെ തേജസ് വിട്ട് ആദാം മുതൽ ഹല്ലേലൂയ ഇപ്പോൾ ആയിരിക്കുന്ന ജനം വരെയും ദൈവത്തിന്റെ വഴി വിട്ട് ഹല്ലേലൂയ ഓടുവാനാണ് ആഗ്രഹിക്കുന്നത്. But human beings from Adam onwards till this day always try to escape from the presence of the Lord. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത് ഹല്ലേലൂയ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും യഹോവയ്ക്കുള്ളതാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും നമ്മൾ ഓരോരുത്തരും യോഗ്യരാണ്. Praise the Lord. But here King David declares that the earth is the Lord and all its fullness, the world and those who dwell therein. So if we belong to the Lord, then we are obliged to worship Him. അതുകൊണ്ട് ഞായറാഴ്ച കടന്നു വന്നിട്ട് മൗനമായിരിക്കുവാനല്ല, ദൈവം നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തെ ഹൃദയത്തിന്റെ ആഴങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ അറിയാതെ അടുത്ത നന്മ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പുറകെ ഓടിയെത്തുവാനിടയായി തീരും. So when we are gathered together for worship, you should not keep silent, but rather you should praise the Lord for all the goodness that He has done for you. 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. In verse 3, David asks the question, who may ascend into the hill of the Lord? അതിന്റെ ഉത്തരവും പറയുകയാണ്, അവന്റെ വിസ്തലത്ത് ആരാണ് നിൽക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ അതിനകത്ത് നിൽക്കുവാനിടയായി തീരും. And in verse 4 we see the answer to the question where David says, he who has clean hands and a pure heart and who has not lifted up his soul to an idol. ഞായറാഴ്ച ആരാധന കടന്നു വന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ കൈയും നമ്മുടെ ഹൃദയവും ഹല്ലേലൂയ സ്തോത്രം വെടുപ്പുള്ളതാണോ എന്ന് ദൈവത്തിന് മുൻപാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരണം. You children of God who are gathered here for worship, let me ask you to examine your hearts and your hands to see if they are pure in the presence of the Lord. ഇല്ല എങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെ ശോധന ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഞായറാഴ്ച കടന്നു വന്നപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക, കർത്താവേ വെടുപ്പുള്ള കൈയും നിർമ്മലുള്ള ഹൃദയത്തോടെ വ്യാജത്തിന് മനസ്സ് വെക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. If you do not examine yourselves, then the Lord will examine you and judge you to be unworthy to stand in His presence. ഇല്ലാത്ത പ്രാർത്ഥനയൊന്നും സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകത്തില്ല, ഇവിടെ ഭൂമിയിൽ മാത്രം കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. If you stand unworthy before the Lord, then your prayer won't reach the heaven, but rather it will just stay in this room. 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 7 and 8 please. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടിയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ.
മഹത്വത്തിൻ്റെ രാജാവ് ആർ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. Lift up your heads, O you gates, and be lifted up, you everlasting doors, and the King of glory shall come in. Who is this King of glory? The Lord strong and mighty, the Lord mighty in battle. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മഹത്വത്തിൻ്റെ രാജാവിനെ പറ്റിയാണ്. മഹത്വത്തിൻ്റെ രാജാവിൻ്റെ പ്രത്യേകതയും അവൻ്റെ ക്വാളിറ്റി, അവൻ്റെ ഗുണങ്ങളും അല്പനേരം നമുക്ക് ചിന്തിക്കാം. Today, let us devote our meditation towards examining who this King of glory is and what his qualities and attributes are. മഹത്വത്തിൻ്റെ രാജാവ് നമ്മളിലേക്ക് പ്രവേശിക്കുവാനോ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുവാനോ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു. The King of glory wishes to enter into your hearts at all times. പുതിയ നിയമത്തിൽ വായിക്കുന്ന അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് കഴിഞ്ഞ് അത്താഴം കഴിക്കുവാനിടയായി തീരുമെന്ന്. In New Testament we read, I am at the door knocking, and if you open the door for me, then I will come in with you and have dinner with you. പലരുടെയും ഹല്ലേലൂയ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുമ്പോൾ പലരും പറയും ഞാനിപ്പോൾ തിരക്കിലാണ്, ഞാൻ ജോലിയിലാണ്, എനിക്ക് സമയമില്ല. ദൈവം ഓരോരുത്തരുടെ വാതിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം എൻ്റെ നിങ്ങളുടെ വാതിൽ മുട്ടുമ്പോൾ നാഥാ നിന്നോടൊപ്പം ഞാൻ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. When the Lord knocks at your door, are you going to reply, I'm busy, or that I am at work? But when you open the door for him, then he is ready to come in. ഈ മഹത്വത്തിന്റെ രാജാവ് ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവന്റെ പുറകെ പോകുവാനിടയായി തീരും. But if you truly understand who this King of glory is, then you will pursue him. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസനെ ഓർപ്പിക്കുവാനിടയായി തീർന്നു ആ മഹത്വത്തിന്റെ രാജാവിനെ പറ്റി. Even last week, the man of God examined who this King of glory was. ഇവിടെ വായിക്കുന്നത് മഹത്വത്തിന്റെ രാജാവ് അവൻ ബലവാനും വീരനുമായ ദൈവമാണ്. Here we read that the King of glory is the Lord strong and mighty. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് രാജാവാണെങ്കിലും പറയുകയാണ് അവൻ യുദ്ധവീരനായ യഹോവ തന്നെയാണ്. Even though David was a king and a mighty king at that, he still says the Lord is mighty in battle. ലോകത്തിൽ അനേക രാജാക്കന്മാരെ ദാവീദ് കണ്ടിട്ടുണ്ടെങ്കിലും രാജാതി രാജാവ് കർത്താതി കർത്താവും ഇനിയും വരുന്ന കർത്താവിനെ പറ്റി പറയുകയാണ് അവൻ യുദ്ധവീരനായ എൻ്റെ ദൈവമാണെന്ന്. Even though King David had seen many kings around him, he had only seen one king who was the King of kings and the Lord of lords. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചു വെക്കാതെ വചനം കേൾക്കുമ്പോൾ കർത്താവേ അത് നീ എന്നോട് സംസാരിക്കണമെന്ന് ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നു ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുവാനിടയായി തീരും. So today, do not shut up the doors of your heart, but rather open it for him, and then he will come in and work in it. Praise the Lord. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. Let's go to Daniel chapter 7 verse 14, please. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്തെ നശിച്ചു പോകാത്തതുമാകുന്നു. Then to him was given dominion and glory and a kingdom, that all peoples, nations and languages should serve him. His dominion is an everlasting dominion which shall not pass away, and his kingdom the one which shall not be destroyed. ലോകത്തിൽ അനേക രാജാക്കന്മാർ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ആധിപത്യം നിലനിന്നിട്ടില്ല, അത് നശ്വരമായി നീങ്ങിപ്പോയിട്ടുണ്ട്. There are many kings in this world who are born and died. Their reigns have ended at a certain point in time. എന്നാൽ നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിന്റെ പ്രത്യേകത അറിയാമോ? അവന്റെ രാജ്യത്വം ഹല്ലേലൂയ നീങ്ങി പോകുന്നതല്ല, നശിച്ചു പോകുന്നതല്ല, എന്നും നിലനിൽക്കുന്ന രാജ്യത്വമാണ് ദൈവത്തിന്റെ രാജ്യത്വം എന്ന് പറയുന്നത്. But the king whom we worship and serve, his dominion is an everlasting dominion. ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്നെ നിങ്ങളെയും ഹല്ലേലൂയ അവന്റെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് യേശുവിന്റെ രക്തത്താൽ. And our names have been written in his register to be taken up with him at the right time. യേശു പറഞ്ഞു അനേക വാസസ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ അവിടെ ഇരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെ ഹല്ലേലൂയ ചേർക്കുവാനുള്ള സമയം ഏറ്റവും ആസന്നമായി. ലോക സംഭവങ്ങൾ ഹല്ലേലൂയ കണ്ണോടിച്ച് നോക്കുമ്പോൾ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്തിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവൻ വാതിക്കലായിരിക്കുകയാണ്. And the Lord declared that he had gone back to prepare dwelling places for us, and once he has prepared his dwelling places, he will not sit still, but rather he will come back and take us up with him. And all the signs in the world around you are pointing to this fact. When you see nation against nation, people against people, the time is at hand for us to go up with him. ലോക രാജ്യങ്ങളെ കഴിഞ്ഞ ആഴ്ച കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേക രാഷ്ട്രത്തിന്റെ തലവന്മാര് ആ രാജ്യം വിട്ട് പേടിച്ചോടുവാനിടയായി തീർന്നു. അനേക യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുവാനിടയായി തീരുന്നു. If you look at the global news throughout the past
past 1 week, you can see that many heads of governments have had to escape from their country, and you have seen many famines and wars break out. കഴിഞ്ഞ മാസം 10-ാം തീയതി USA-ൽ ഹല്ലേലൂയ ഒരു വ്യക്തി വെടിയേറ്റ് മരിക്കുവാനിടയായി തീർന്നു. ആ പേര് അവരുടെ പേരറിയാമോ? കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. ചാർലി കെർക്ക്. ഹല്ലേലൂയ. 31 വയസ്സുള്ള ഹല്ലേലൂയ ഒരു വ്യക്തിയാണ് മരിക്കുവാനിടയായി തീർന്നത്. On the 10th of this month, a person was shot dead in the USA whose name was Charlie Kirk. ഇവാഞ്ചലിക് സഭയുടെ അംഗത്വം ഉള്ള വ്യക്തിയായിരുന്നു താന്. ഹല്ലേലൂയ. ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന യുവജനങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ ശക്തമായ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുവാനിടയായി തീർന്നു. He worked for an organization called Turning Point USA, and he worked among the youth of the US. ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളുടെ അടിത്തറയിൽ ഊന്നി പറയുകയും അത് യുവജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പതിക്കത്തക്കവണ്ണം താൻ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. He used to work among the young people, trying to bring to them the Christian moral values so that they would have a strong moral foundation. ലോക രാജ്യങ്ങൾ UK-യിലും അമേരിക്കയിലൊക്കെ അറിയാം, വരുന്ന തലമുറകൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ലക്ഷോപലക്ഷം യുവജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചാർലി കിർക്ക് എന്ന് കാണുവാനിടയായി തീരും. As many of the upcoming generation in the UK and the US reject Christianity, Charlie Kirk worked amongst them so that they would come to Christ. എന്നാൽ ആ വ്യക്തി കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ചുവെങ്കിലും ആ ഉയർത്തിയ യേശുവിനെ ലോകത്തിൻ്റെ എമ്പാടും അനേകരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് മുഖാന്തരം അനേക യുവാക്കന്മാർ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ലോക രാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ അതിൻ്റെ ശബ്ദങ്ങൾ കാണുവാനും കേൾക്കുവാനും നമുക്കിടയായി തീരുന്നു. Even though Charlie Kirk is now dead, the message that he started is now being shared amongst many people, and the message continues to operate among the youth today. പ്രത്യേകം നമ്മൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ദൈവമായ കർത്താവ് ആ കുടുംബത്തെ ആശ്വസിപ്പാനും ബലം കൊടുക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. So today let us pray together so that the Lord may comfort the family which is in mourning, and comfort the 2 young children who have lost their father. ചാർലി കിർക്കിന്റെ അടുത്ത് ഹല്ലേലൂയ അനേകം പേര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അടുത്ത ഒരു നിമിഷത്തിനകത്ത് നിന്നെ വെടിവെച്ച് കൊല്ലുകയാണ്, അവസാനമായി നിനക്ക് പറയാനുള്ള വാക്ക് എന്താണെന്ന് ചോദിച്ചു. Once Charlie Kirk was asked, if you were to die today, what would be the one thing that you would want to say? യേശു എൻ്റെ സ്വന്തം രക്ഷിതാവാണ്, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുള്ള വാക്കാണ് അവസാനമായി താൻ പറയുവാനിടയായി തീർന്നത്. And he said, Jesus is my savior, and that Jesus loves you. തൻ്റെ വൈഫും അതുപോലെ ഹല്ലേലൂയ അനേകമായിരങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു വ്യക്തിയാണ്. And just like him, his wife also shares the gospel with many people. അടുത്ത തലമുറയിൽ കൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ഇടയിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray that their work continues amongst the upcoming generation, and that it comes across mightily. നമുക്ക് മടങ്ങി വരാം. നമ്മുടെ രാജാവിൻ്റെ പ്രത്യേകതയെ പറ്റി കാണുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. രാജാതി രാജാവും Yeah. കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരുന്നു. And he has on his robe and on his thigh a name written, King of Kings and Lord of Lords. നമ്മുടെ ദൈവം രാജാതി രാജാവാണ്. വെളിപ്പാട് പുസ്തകം 19-16 വായിച്ചത്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ്റെ ഉടുപ്പിലും അല്ലെങ്കിൽ അവൻ്റെ തുടമയിലും അവൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ ഓരോരുത്തരുടെയും പേര് നമ്മുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മളത് അറിയത്തില്ല. ഒരു അന്ധകാര ശക്തികൾ, ദുഷ്ടഭൂതങ്ങൾ ഹല്ലേലൂയ നമ്മുടെ സീറ്റോടെ നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മറ്റാൾക്കാർ നോക്കി നമ്മളെ കളിയാക്കുകയും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മളുള്ള ദൈവശക്തി അവർ തിരിച്ചറിഞ്ഞിട്ടാണ്. Here we read in Revelation chapter 19 verse 16 that the name of the Lord is the King of Kings and the Lord of Lords, and it is written on his robe and on his thigh. Just like that, your name as a child of God is written on your forehead, and as you pass through the streets, if someone is ridiculing you, then it is because your name and your grace is visible to the evil spirits around you. നമ്മുടെ ദൈവത്തിന് വേറൊരു പ്രത്യേകതയാണ്, അവർ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. The other attribute of our Lord is that he is in control of the nature. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിക്കുവാനിടയായി തീർന്നു. യേശു എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പടകില് അല്ലെങ്കിൽ ആടി ഉടയുന്ന പടകില് യേശു എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാനിടയായി തീരും. In the book of Luke we can see that the Lord is in control, that the Lord rebuked the storm and it calmed down, and just like that the Lord is capable of calming every problem around you. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയൊരു ശാന്തത ഉണ്ടാകുവാനിടയായി തീർന്നു. വാക്കിന്മേല് പ്രകൃതിയുടെ മേല് അധികാരമുള്ള ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. The Lord said,
peace and be still, and he rebuked the wind, and it was still, and the wind ceased. So just like that, we must remember our Lord is capable of rebuking even the nature around you. ഹല്ലേലൂയ. ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പടകില് ഹല്ലേലൂയ വീണ്ടും വീണ്ടും കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നാഥനെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് നാഥ ഞങ്ങൾ നശിച്ചു നിനക്ക് വിചാരമില്ല എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ സകലത്തിന് മേലും അധികാരമുള്ള നമ്മുടെ രാജാതിരാജാവ് കർത്താവും അവിടെ വെറുതെ കിടക്കത്തില്ല. അവൻ എഴുന്നേറ്റെന്നറിയാമോ ആ കാറ്റിനെ ശാസിക്കുവാനിടയായി തീരും. അത് മുഖാന്തരം പടകിലും ജീവിതത്തിലും വലിയ ശാന്തത ഉണ്ടാകുവാനിടയായി തീരും. As you pass through the tempest of life, when you go to your Savior and tell him to rise up, he will rise up and rebuke all the problems around you, and it will be at still, and you will be saved. അടുത്ത നമുക്ക് നോക്കുവാനിടയായി തീർന്നത് അവന് മരണത്തിന് മേൽ അധികാരമുണ്ട് നമ്മുടെ ദൈവത്തിന്. Next, we can see that our Lord is above death. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ മരിച്ച ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണെന്ന്. In Matthew chapter 28 verse 7, we can see that our Lord is the resurrected Lord who stood above death. യേശുവിന്റെ കല്ലറയ്ക്കൽ കാണുവാൻ കടന്നു വന്ന സഹോദരിമാരോട് ദൂതന്മാർ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ പോയിരിക്കുന്നു എന്ന്. When the sisters who came to examine his tomb came to the tomb, the angels told them, he is not here, he is risen, and he is gone before you. കാലം നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന യേശു എവിടെയെങ്കിലും കല്ലറയുടെ ഉള്ളിൽ അടക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ജീവനുള്ള സർവശക്തനായ സർവ്വവ്യാപിയായ ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. Today we are not praising and worshiping a Lord who is dead and entombed in a stone tomb, but rather you're worshiping a resurrected Lord who's standing in the right hand of the Lord and advocating for you on each and every moment. എഹെസ്കേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to Ezekiel chapter 10 verse 4 please. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു, പ്രാകാരം യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. Then the glory of the Lord went up from the cherub and paused over the threshold of the temple, and the house was filled with the cloud, and the court was full of the brightness of the Lord's glory. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാനിടയായി തീർന്നു. Here we can see that the glory of the Lord filled the temple so much so that the priest could not minister. നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ആരാധനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ സഭയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇറങ്ങി വരുവാനിടയായി തീരും. As you praise and worship the Lord in holiness and purity and separation, then the Lord's presence will mightily come down amongst you. അതെവിടെല്ലാന്നറിയാമോ? ആലയത്തിൽ കയറി വരുന്ന ഉമ്മരപ്പടി മുതൽ വാതിൽ മുതൽ ആലയം മുഴുവനും ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെടുവാനിടയായി തീർന്നു. And it filled from every place of the temple, from the threshold to the entirety of the courts. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, ആ ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ തേജസ് ഇന്ന് പൽക്കാലം എനിക്കൊന്ന് കാണുവാൻ, എനിക്കൊന്ന് അനുഭവിക്കുവാൻ കൃപ നൽകണമേ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹത്വം കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ മടങ്ങി പോകാവൂ. How many of you are willing to pray to the Lord, Lord, please do not let me depart from here until I see your glory and your majesty? We should be prepared to see his glory. മറുമലയിൽ പ്രാർത്ഥിക്കുവാൻ യേശുവിനൊപ്പം കടന്നുപോയ ശിഷ്യന്മാർക്ക് അവർക്ക് കാണുവാനിടയായി തീർന്നു ദൈവത്തിന്റെ ആ തേജസ് ഇറങ്ങി വരുന്നത്. As the disciples went up with Jesus to pray on the Mount of Transfiguration, they were able to see his glory. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Matthew chapter 19 verse 28 please. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. So Jesus said to them, assuredly I say to you that in the regeneration, when the Son of Man sits on the throne of his glory, you who have followed me will also sit on 12 thrones, judging the 12 tribes of Israel. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ വർഷങ്ങളായി നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന്. The disciples who have followed him asked Jesus, Lord, we have been following you for many years, what will we receive as reward? യേശു വ്യക്തമായി പറയുവാനിടയായി തീർന്നു, നിങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് കഴിയത്തില്ല, നിനക്ക് ഒരു
പുനർജന്മമുണ്ട്. And Jesus told them quite clearly, your life does not end here with the life here on earth, but rather you will also have a regeneration. അടുത്ത ജന്മത്തിൽ മനുഷ്യത ദൈവത്തോടൊപ്പം മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെയും സിംഹാസനത്തിലിരുന്നുകൊണ്ട് ന്യായം വിധിക്കാനുള്ള അധികാരം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു വ്യക്തമായി പറയുവാനിടയായി തീർന്നു. And Jesus told his disciples clearly, in the age of regeneration, I will give you the authority to judge the 12 tribes of Israel. ദൈവമക്കൾക്ക് നൽകുന്ന ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന ഹല്ലേലൂയ ആ നന്മ അനുഗ്രഹവും എന്തുമാത്രമുണ്ടോ നമുക്കിവിടെ കാണുവാനിടയായി തീരും. Here we can see the extent of the glory that the Lord will give us who follow him. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തെ രാജാവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നറിയാമോ? Do you know what blessings you will receive once you accept the King of Glory into your hearts? ഒന്നാമത് ലഭിക്കും നമുക്ക് സമാധാനം ലഭിക്കും. ലോകത്തിൽ അനേകം പേർക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ ഉറങ്ങുന്ന ടാബ്ലറ്റിനും ഹല്ലേലൂയ ഒക്കെ അടിമയായി ജീവിക്കുന്ന അനേകം പേരുണ്ട്. എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ യേശു എന്നാ തരുന്നത് ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്ന ദിവ്യമാകുന്ന സമാധാനം ലഭിക്കുവാനിടയായി തീരും. Firstly, you will receive a divine peace from him. As other people struggle to have peace in their lives and often get addicted to alcohol, drugs and sleeping tablets in order to achieve some form or semblance of peace in their lives, he will give you divine peace. അടുത്ത നമുക്ക് കാണുവാനിടയായി തരുന്നത് ദൈവികമായ വിജയം ലഭിക്കുവാനിടയായി തീരും. പാപത്തിന്റെ മേൽ ഒരു വിജയം ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. യേശു കാൽവരി ക്രൂശിന്മേൽ മരിച്ചത് മുഖാന്തരം ഹല്ലേലൂയ ആ പാപത്തെ ആദാം വർഗ്ഗത്തിലൂടെ കടന്നു വന്ന ആ പാപത്തിന്റെ മേൽ ഒരു വിജയം നമുക്ക് ലഭിക്കുവാനിടയായി തീരും. Secondly, he will give you a divine victory over sin. As we all grapple with the Adamic sin, the Lord will give you a victory over it. അതിനേക്കാൾ ഏറ്റവും വലുതാണ് നമുക്ക് നിത്യജീവന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. And finally and most importantly, the Lord will give you an eternal life. യോഹന്നാൻ സുവിശേഷം 11:25 കാണുന്നു അവൻ നിത്യജീവന് നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഹല്ലേലൂയ ജീവൻ എന്ന് പറയുന്നത് 60, 70, 80 വർഷങ്ങൾ അല്ലെങ്കിൽ 100 വർഷങ്ങളായിരിക്കാം. എന്നാൽ യുഗായുഗം നമ്മൾ ദൈവത്തോടൊപ്പം അവനോട് വാഴുന്ന ഒരു നിത്യജീവന്റെ അവകാശിയാണ് നമ്മൾ ഓരോരുത്തരും. In John chapter 11 we can see that the Lord will give us an eternal life and we are all heirs and co-heirs with Christ towards that eternal life. നമ്മൾ ആരാധിക്കുന്ന രാജാവിന്റെ പ്രത്യേകത സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Let us look at the qualities of the king whom we worship. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൻ നിത്യ രാജാവാണ്. In Revelation chapter 1 verse 8 we can see that our Lord is eternal. ഹല്ലേലൂയ ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു ഞാൻ ഇരുന്നവനും ഹല്ലേലൂയ ഇരിക്കുന്നവനുമാകുന്നു സർവശക്തിയുള്ള കർത്താവെന്ന് അവിടെ കാണുവാനിടയായി തീരുന്നു. Here we can see that our Lord is the Alpha and the Omega, who is and who is to come, and he remains forever. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഹല്ലേലൂയ അതിന്റെ മുൻപാകെ ഒന്നുമില്ല ഹല്ലേലൂയ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേയും അവസാനവും ഉള്ള ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. Our Lord is the Alpha and the Omega. He's the beginning and the end, and he has been in existence from before the beginning of the world. അടുത്ത നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ സർവ്വവ്യാപിയാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഇരിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവമുണ്ടല്ലോ ഇന്ത്യയിലും ഹല്ലേലൂയ അമേരിക്കയിലും യുകെയിലും എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Secondly, our Lord is omnipresent. We as human beings can only remain in one place, but our Lord is here and in India and wherever he wants to be. സങ്കീർത്തനം 139:8 കാണുന്നത് ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്നെ കാണുവാനിടയായി തീരുമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. In Psalm 139 verse 9 we read the psalmist saying, wherever I go you are there, if I go into the depths of the waters you are there. ഞാൻ ഉഷസ്സിന്റെ തെരചരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും നിന്റെ കരം ഹല്ലേലൂയ എൻ്റെ കൂടെ ഇരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. The psalmist says, if I take the wings of the morning and dwell in the uttermost parts of the sea, even there your hand will lead me. നമ്മുടെ ദൈവത്തിന്റെ അടുത്ത പ്രത്യേകത അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. The third attribute of our Lord is that he is all knowing. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറയുന്ന സമയത്ത് പറയുകയാണ് ശിമോനെ ഹല്ലേലൂയ സ്തോത്രം എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 21:17 വാക്യത്തിൽ ഇങ്ങനെ കാണുവാനിടയായി തീരും നിനക്ക് സകലതും നീ അറിയുന്നുവല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. In John chapter 21 the Lord asked Peter, Simon Peter, do you love me? And Peter answers, Lord, you know.
Praise the Lord. അടുത്ത നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? അവൻ സർവശക്തനായ ദൈവമാണ്. And the next attribute of our Lord is that he is all powerful. യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ജെറമ്യാ ചാപ്റ്റർ 32:27 ഇങ്ങനെ കാണുവാനിടയായി തീരും. In Jeremiah chapter 32 verse 7 we read, സർവശക്തനായ ദൈവം, ഞാൻ സകല ജഡത്തിന്റെയും യഹോവയല്ലയോ, എനിക്ക് കഴിയാത്ത, എല്ലാവരും ഒന്ന് പറഞ്ഞേ, വല്ല കാര്യമുണ്ടോ എന്ന്. The Lord says, behold, I am the Lord, is the God of all flesh. Is there anything too hard for me? നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയാത്ത അനേക കാര്യങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കും. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, അതിൻ്റെ എല്ലാ ആൻസറാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഴിയാത്ത ഒരു കാര്യം പോലുമില്ല. എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യം പോലുമില്ല എന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ മനസ്സിലാകുവാനിടയായി തീരും. ഒന്നുമില്ലായ്മയെന്ന് വിളിച്ചു വേർതിരിച്ച് ഇത്രത്തോളം അനുഗ്രഹിച്ച് മാനിച്ച് സ്നേഹിച്ച് കൊണ്ടുവന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. Here we can see that there are many things in this world which are too hard for us, but for our Lord there is nothing hard for us, and that is why that the Lord has brought us here even through many difficulties and troubles and trials. നമ്മുടെ ദൈവത്തിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്, നമ്മുടെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. And the next attribute of our Lord is that there is no one like him. ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ടെങ്കിലും അവർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളത്. And even though there are many so-called gods on this earth who have born and died, the Lord alone stands alone in living forever. 102-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യത്തിൽ പൂർവ്വകാലത്ത് ഈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോഴും ആകാശത്തിന്റെ കൈയുടെ പ്രവൃത്തിയുള്ള സമയത്തും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാനിടയായി തീരും. In Psalm 102 verse 25 we read that of old hast thou laid the foundation of the earth, and the heavens are the work of thy hands. And we see that the heavens and everything that is around us are the works of his hands. അടുത്ത നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ ദൈവം സർവ്വസമ്പൂർണനായ ദൈവമാണ്. And the next attribute of our Lord is that he is completely sufficient. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനാണല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുവാൻ ഇടയായി തീർന്നെന്ന്. In Colossians chapter 2 verse 9, for in him dwells all the fullness of the Godhead bodily. ഹല്ലേലൂയ. നമ്മളൊക്കെ അപൂർണരാണ്, എന്നാൽ നമ്മുടെ ദൈവം എന്നുണ്ടെന്ന് അറിയാമോ, സകല സമ്പൂർണനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. We are all incomplete and none of us is sufficient, but our Lord is all complete and all sufficient. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ബലവുമാണ്. And to worship that Lord is a great blessing and honor in our lives. നമ്മുടെ ദൈവം ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം ആനന്ദവും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരും. As you praise and worship the Lord in the full knowledge of who he is, then you will receive an ever exceeding joy in your life. നമ്മുടെ ദൈവത്തിന്റെ അടുത്ത സ്വഭാവ ഗുണങ്ങൾ, മനുഷ്യർക്കില്ലാത്ത അനേക ഗുണങ്ങൾ നമ്മുടെ ദൈവത്തിനുണ്ട്. There are many attributes and qualities that our Lord has that many other human beings do not have. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. He is mighty in holiness. ഹല്ലേലൂയ. അശുദ്ധി അവനിൽ ഒട്ടുമില്ല. There is no unholiness in him. ഹല്ലേലൂയ. ദൈവം അടുത്ത കാണുന്ന ദൈവം വിധിക്കുന്നത് നീതിയായിട്ട് മാത്രമേ വിധിക്കത്തുള്ളൂ, അനീതിയായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. The Lord does nothing in unrighteousness, but rather judges in righteousness. അടുത്ത നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത കാണുന്ന, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And our Lord is full of love. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പാപികളായി തീർന്നപ്പോഴ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴി വിട്ടുപോയപ്പോഴ്, ദൈവത്തെ ദുഷിക്കുന്നവരായി തീർന്നപ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹം, അകപ്പേ ആഴമേറിയ സ്നേഹം എന്നിലും നിങ്ങളിലും കടന്നു വന്നിട്ട് അവന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങുവാനിടയായി തീർത്തു. Even as we were mired in sin, the Lord Jesus gave us his blood so that we would be washed and be cleansed. ആ ദൈവത്തെയാണ് ഇന്നുപോലെ കാലം നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ആരാധിക്കുന്നത്. We worship this Lord as our King of Kings and our Lord of Lords. ഇത് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് പറയുകയാണ്, ഹല്ലേലൂയ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന്. And that is why King David says, doors of ancient times, open yourselves, let the King of glory enter. ഇന്ന് പൽക്കാല മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ എത്ര പേര് ഹൃദയങ്ങളെ തുറന്നു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, നീ വാതിക്കലോ വെളിയിലോ
വിശുദ്ധിയിലുമല്ല നിൽക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നിട്ട് എന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ, വിശുദ്ധിയിൽ വേർപാടിൽ നിലനിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. Today, let us pray to the Lord. Lord, I am willing to open the doors of my heart for you. Lord, will you please come in and let me worship you? അവൻ ബലവാനും വീരനായ ദൈവമാണ്. He is the King of glory and he is strong and mighty. യുദ്ധവീരനായ ദൈവമാണ്. He is mighty in battle. ഹല്ലേലൂയ. ആ രാജാവ് നമ്മളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. And this King wishes to come into your hearts. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Prayer. ഹല്ലേലൂയ. എത്ര പേര് ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തുറന്ന് പ്രാർത്ഥിക്കും. മഹത്വത്തിൻ്റെ രാജാവ് നമ്മളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയോട് ദൈവത്തോട് അഴിപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്, അവൻ യുദ്ധവീരനായ ദൈവമാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യം പോലുമില്ല. ആ മഹത്വത്തിൻ്റെ രാജാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അശുദ്ധി ഉണ്ടെങ്കിൽ ആ രാജാവ് നമ്മളുള്ളിലേക്ക് കടക്കത്തില്ല. ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തിന് മുൻപാകെ എന്നെ ഒന്ന് സമർപ്പിക്കുന്ന കർത്താവേ, അവൻ രാജാതി രാജാവാണ്. അവർ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവൻ എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവൻ്റെ കണ്ണിന് മുൻപാകെ ഒന്നും മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നത് വെറുതെയായി തീരാതിരിക്കുവാൻ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ കഥകളെ ഒന്ന് തുറന്നു വെച്ചിട്ട്, ഹൃദയത്തിൻ്റെ വാതിലിനെ തുറന്നു വെച്ചിട്ട്, ആ രാജാതി രാജാവ് കർത്താതി കർത്താവുമായ ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട്, അപ്പാ കഴിഞ്ഞ നാളിൽ പലപ്പോഴും നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നു മുതൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് തീരുമാനമെടുക്കും? യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ഒരു നിമിഷം പോലും അവനെ വിട്ടുപിരിയാതെ, ഹല്ലേലൂയ, അവനോട് ചേർന്ന് നടക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കൂടെ എലീശ, ഹല്ലേലൂയ, നിങ്ങൾ നെടുക്കപ്പെടുന്നതിന് മുൻപേ ഇരട്ടി ശക്തി വേണമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ആ ശക്തിക്ക് വേണ്ടി, ബലത്തിനു വേണ്ടി എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്, കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണ്, നിൻ്റെ ബലം എനിക്ക് ആവശ്യമാണ്. മുന്നോട്ട് പോകുവാൻ ഇന്ന് പൽക്കാലം നീ എന്നെ ഒന്ന് ശക്തീകരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ആ മഹത്വത്തിൻ്റെ രാജാവ് നമ്മളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുവാനിടയായിത്തീരും. നമ്മൾ നോക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ചാർലി കിർക്കിൽ ദൈവം വസിപ്പാനിടയായി തീർന്നു. അത് മുഖാന്തരം കടന്നു പോകുന്ന ഇടങ്ങളൊക്കെയും ക്രിസ്തുവിനെ വായിച്ച് മനസ്സിലാക്കുന്ന പത്രങ്ങളായി ജീവിക്കുവാൻ തന്നിടയായി തീർന്നു. ഇന്ന് പൽക്കാലം താൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലുണ്ട്. ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചോ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ നീ ഉപയോഗിക്കണമേ. മിനുസമുള്ള കല്ലുകളാക്കി ചിലതിനെ എഴുതു വീഴ്ത്തുവാൻ, ചിലതിനെ എറിഞ്ഞു വീഴ്ത്തുവാൻ എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് ഇത്ര പേര് ദിവസത്തിൽ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തീരും. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കേട്ട ആലോചന ദൈവത്തിന് മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, രാജാതി രാജാവിനെ, കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണല്ലോ. ഞങ്ങളുടെ മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങളുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളുടെ വാതിലുകളെ തുറന്നു വെക്കുന്ന കർത്താവേ, അതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയത്തിലെ എന്തെങ്കിലും കുറവുള്ള കുറ്റങ്ങളുണ്ടെങ്കിൽ നിൻ്റെ രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണം. വീണ്ടും നിന്നെ മകനാക്കി, മകളാക്കി ഞങ്ങളെ തീർക്കണം. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് തലകൾ മടക്കിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വായായി തീരുവാൻ നീ അവരെ സഹായിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ.